പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 7-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയാണ് ഓരോ പ്രഭാതവും ഈ സന്ദേശവുമായി നിങ്ങളുടെ അരികിലെത്തുവാൻ സർവകൃപാലുവായ ദൈവം എന്നെ ബലപ്പെടുത്തുന്നത്. ആമേൻ. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ കോട്ടയായിരിക്കുന്നത് പോലെ ആമേൻ, നിങ്ങൾ പറയപ്പെടുന്ന വിഷയങ്ങൾ ആമേൻ ഞങ്ങൾ ശ്രദ്ധയോടുകൂടെ ഉപവാസത്തോടുകൂടെ ഈ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ 4-ാം മാസം പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കുന്ന മാസമായിരിക്കും. ഭാരപ്പെടേണ്ട കുഞ്ഞെ, ദൈവം നമുക്കായി അത്ഭുതങ്ങളെ ചെയ്യും. 119-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആമേൻ, യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. അതെ ആമേൻ, ഈ 4-ാം മാസം പ്രിയ ദൈവപൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾക്കായി യഹോവയുടെ പ്രവർത്തികൾ വെളിപ്പെടുന്ന സമയമായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു ചെല്ലാം. ആമേൻ. 75-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. മനുഷ്യർ പലതും ആമേൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമയത്തോ കാലത്തോ പലതും നടക്കണമെന്നില്ല. എല്ലാറ്റിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആമേൻ. ശലോമോൻ അതിനെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഒരു സമയമുണ്ട്. ഒരുത്തനെ ഉയർത്തുവാനും മറ്റൊരുത്തനെ താഴ്ത്തുവാനും, അഹങ്കാരികളെ ശിക്ഷിക്കുവാനും, ദുഷ്ടനെ ന്യായം വിധിപ്പാനും, ആമേൻ, ഭക്തന്മാർക്ക് അനുഗ്രഹങ്ങൾ നൽകുവാനും ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ആമേൻ തിരുവചനം പറയുന്നത്. നമുക്ക് അതിനെ ദൈവത്തിൻ്റെ സമയമെന്നോ തക്ക സമയമെന്നോ വിളിക്കാം. ദൈവം നമുക്ക് ആമേൻ മറച്ചു വെച്ചിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ചിലതെല്ലാം നാം നേരത്തെ അറിയേണ്ട എന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ മരണം എപ്പോഴായിരിക്കുമെന്ന് ദൈവം നമ്മെ അറിയിക്കുന്നില്ല. അതുപോലെ കർത്താവിൻ്റെ വരവിൻ്റെ സമയവും നമ്മെ അറിയിക്കുന്നില്ല. നമുക്ക് നേരിടുവാനുള്ള കഷ്ടതകളെക്കുറിച്ചും പരിശോധനകളെക്കുറിച്ചും നേരത്തെ അറിയിക്കണം എന്നുമില്ല. എന്നാൽ നാം നിശ്ചയമായും അറിയേണ്ട ചില വസ്തുതകൾ ഉണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, ജന്തുലോകത്തിനും ചില അറിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലമറിയുന്നു. കുറുമ്പ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു, അതറിയുന്നു. പല വിഷയങ്ങളുടെയും മറുപടിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കാര്യമായി പക്ഷപാതം ചെയ്യുന്നവരുണ്ട്. എന്നാൽ ചിലർ ഒരു പടി കൂടി കടന്ന് ദൈവത്തിന് ഒരു സമയം നിശ്ചയിച്ച് അതിനുള്ളിൽ ദൈവം കാര്യം നടത്തി തരണമെന്ന് വാശി പിടിക്കാറുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരനും പ്രാർത്ഥിക്കുന്നത് പോലെ നാം പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമല്ല. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയം. ആമേൻ. നാം സ്തോത്രം, ഹല്ലേലൂയ, നാം ആമേൻ ആ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായും നമുക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാകും. അല്ലാതെ ദൈവത്തിന് അവധി വയ്ക്കുന്നതും നേരം കുറിക്കുന്നതും ശരിയായ കാര്യമല്ല. മനുഷ്യന് മറവികൾ ഉണ്ടാകാറുള്ളത് കൊണ്ട് നിശ്ചിത സമയത്ത് പലതും കൃത്യമായി ചെയ്യേണ്ടതിനായി പലരും അത് കുറിച്ചു വയ്ക്കുകയും ചെയ്യുന്നു. കുറിച്ചു വെച്ചിട്ടും മറന്നു പോകുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. എന്നാൽ ദൈവത്തിന് മറവിൽ ഉണ്ടാകുന്നില്ല. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഒന്നും മറക്കുന്നില്ല എന്നതിൽ ആർക്കും തർക്കമൊന്നുമില്ല. ദൈവജനത്തിൻ്റെ മരുഭൂയാത്രയിൽ അമാലേക്യർ അവരോട് വളരെ ക്രൂരമായി ചെയ്യുവാനിടയായി. ദൈവത്തിന് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു അത്. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി ശമുവേൽ യോശുവയെ ഏൽപ്പിക്കുക.
ഞാൻ അമേലിക്കിൻ്റെ അവൻ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്നും അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചിരുന്നു. എന്നാൽ 1000 വർഷം കഴിഞ്ഞ് മൊർദെഖായിയുടെ കാലത്ത് ദൈവം അത് പൂർണ്ണമായി നിവർത്തിക്കുവാനിടയായി. ഹാമാനെയും അവൻ്റെ വംശത്തെയും ഭൂമിയിൽ നിന്നും ദൈവം തുടച്ചു മാറ്റുവാനിടയായി. നാം ഓർത്താലും ഇല്ലെങ്കിലും ദൈവം നമ്മുടെ ഹല്ലേലൂയ നടപ്പൊക്കെയും കുറിച്ചു വെക്കുന്നുണ്ട്. നമ്മുടെ ചിന്ത ഇങ്ങനെയാണ്: ഒന്നും കാണുന്നില്ല, ആരും അറിയുന്നില്ല. സ്തോത്രം, ഭാര്യയെ അറിയുന്നില്ല, ഭർത്താവ് അറിയുന്നില്ല, സഭ അറിയുന്നില്ല, ശുശ്രൂഷകരെ അറിയുന്നില്ല, കൂട്ടു സഹോദരന്മാരെ അറിയുന്നില്ല, വിശ്വാസികൾ അറിയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ആരും അറിയുന്നില്ല എന്ന് നാം സ്തോത്രം ഹൃദയത്തിൽ നനയ്ക്കുമ്പോൾ ദൈവം സകലതും സ്തോത്രം ജീവന്റെ പുസ്തകത്തിൽ അത് കുറിച്ചു വെക്കുന്നുണ്ട്. കേട്ടോ? ഹല്ലേലൂയ. നാം പറയുമ്പോഴോ ആഗ്രഹിക്കുമ്പോഴോ അല്ല ദൈവം തൻ്റെ ന്യായവിധിയുടെ കരം നീട്ടുന്നത്. എല്ലാറ്റിനും ദൈവത്തിനൊരു സമയമുണ്ട്. സ്തോത്രം. സമയം വരുമ്പോൾ ഞാൻ സ്തോത്രം വിധിക്കും. അബ്രഹാമിനോട് ദൈവം ദേശം വാഗ്ദത്തം ചെയ്ത സമയത്ത് തന്നെ കനാന്യർ ദുഷ്ടരായിരുന്നു. എന്നാൽ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു 470 വർഷം കഴിഞ്ഞാണ് ആ ജാതിയെ ദൈവം ശിക്ഷിച്ചത്. ലോകത്തെ ന്യായം വിധിപ്പാനും ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും. എന്നാൽ ദുഷ്ടന്മാരെ നശിപ്പിക്കുവാൻ ശത്രു എത്ര തന്നെ സമയം നിശ്ചയിച്ചാലും ഹല്ലേലൂയ അത് നടക്കണമെന്നില്ല. പ്രിയ ദൈവമേ, ഒരു ഭക്തനെ തകർക്കുവാൻ ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു. പ്രിയ ദൈവവേദിലെ ഏലിയാവിനെ കൊല്ലുമെന്ന് സമയം കുറിച്ച് ഇസബേലും ആഹാബും സ്തോത്രം ഹല്ലേലൂയ ഈ ഭൂമിയിൽ നിന്നും മരണപ്പെട്ടു പോയി. എന്നാൽ ദൈവത്തിൻ്റെ ഭക്തനായ ഏലിയാവ് ഇന്നും സ്വർഗത്തിൽ ജീവനോടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. സാറായ്ക്കൊരു മകനെ കൊടുക്കുവാനുള്ള ഒരു സമയം ദൈവത്തിനുണ്ടായിരുന്നു. വചനം പ്രമാണിക്കുന്നവർക്ക് മഴ അയക്കുവാൻ തക്ക സമയം ദൈവത്തിന് ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആലോചന നിവർത്തിക്കുന്നവർക്ക് ഹല്ലേലൂയ സ്തോത്രം നന്മ ചെയ്യുന്നതിന് ദൈവത്തിന് ഒരു സമയമുണ്ട്. അത് ഹല്ലേലൂയ അത് എത്ര താമസിച്ചാലും അത് തക്ക സമയത്തിൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. താമസമിന അത് ദൈവം പ്രവർത്തിക്കും, നിവർത്തിക്കും. ഇന്ന് പ്രഭാതത്തിൽ ആരോടൊക്കെയോ ആത്മാ പറയുന്നു സ്തോത്രം നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ സമയമായി. കണ്ണുനീരിൻ്റെ വേദനയുടെ ഏകാന്തതയുടെ സ്തോത്രം കഷ്ടതയുടെ മറുപടി ദൈവം നൽകുവാൻ സമയമായി കുഞ്ഞേ. എന്നാൽ തക്ക സമയത്ത് നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങളിലായി തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവവചനത്തിന് സ്തോത്രം ഹല്ലേലൂയ ദൈവജനത്തിന് കഷ്ടത ഉണ്ടാകുമ്പോൾ നമുക്കുള്ള സൗകര്യത്തിൽ അലസരായി കഴിയാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും മാത്രം ഇരിക്കാതെ പീഡിതർക്ക് വേണ്ടതൊക്കെ നാം ചെയ്യണം. കഷ്ടതയോടുകൂടെ വേദനയോടുകൂടെ നമ്മുടെ അരികിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മെ കൊണ്ടാവുന്നതൊക്കെ നാം ചെയ്യണം. നമ്മെ ഏൽപ്പിച്ച സുവിശേഷ ദൗത്യം തക്ക സമയങ്ങളിൽ നാം നിവർത്തിക്കണം. തക്ക സമയത്ത് നാം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സമയം വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനായി കാത്തിരിക്കാം. ദൈവം ഈ പ്രഭാതം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാമോ? നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനോടുകൂടെ നമുക്കും ഇന്ന് പ്രത്യാശയോടുകൂടെ പറയാം, സമയം വരുമ്പോൾ സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി നേരോടെ വിധിക്കും. ഹല്ലേലൂയ. തക്ക സമയത്തിൽ അവൻ നമുക്കായി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയുക. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്കായി കർത്താവെ തക്ക സമയങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവകരം ഈ ദിവസങ്ങളിൽ വെളിപ്പെടണമേ. ഒന്നാമത്തെ സ്തോത്രം പ്രാവശ്യം
ചെന്ന് നോക്കിയിട്ടും സ്തോത്രം ഒരു മറുപടി കാണുവാൻ കഴിയാതെ, മഴയുടെ സ്തോത്രം കർത്താവെ മുഴക്കം കേൾക്കുവാൻ കഴിയാതെ, കാർമേഘം കാണുവാൻ കഴിയാതെ മടങ്ങി വന്നെങ്കിലും 7ാമത്തെ പ്രാവശ്യം കർത്താവെ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവെ കരം കണ്ട് മനുഷ്യൻ്റെ കരം പോലെ ഒരു മേഘം കണ്ടു എന്ന് പറഞ്ഞ് മടങ്ങി വന്ന് കർത്താവെ മഴയുടെ മുഴക്കം സ്തോത്രം കേട്ട പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥനയുടെ മറുപടികളെ കാണുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ തക്ക സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുത കരം അനേക ഭക്തന്മാരുടെ മേൽ, തലമുറകളുടെ മേൽ, ഭവനങ്ങളുടെ മേൽ, ദൈവസഭയുടെ മേൽ, ദൈവദാസന്മാരുടെ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യഹോവ തക്ക സമയത്ത് കർത്താവെ തക്ക തുണകളെ ഒരുക്കി ആദരിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രത്യാശയുടെയും ദിനങ്ങളായി മാറുവാൻ സ്വർഗം കൃപ ചെയ്യും, അത്ഭുതം ചെയ്യും, അകത്തുമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.